ഹേ പി എസ് സി ആസ്പിരൻസ്, ഇന്ന് ഒരു സ്റ്റഡി വ്ലോഗാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൻ്റെ എക്സാം ഡേറ്റ് വന്നല്ലോ, ഒക്ടോബർ 14-നാണ്. എല്ലാവരും അറിഞ്ഞു കാണും. ഞാൻ ഡിഗ്രി മെയിൻസ് എക്സാമിനാണ് ഫോക്കസ് ചെയ്യുന്നത്. 10th ലെവൽ എഴുതുന്നുണ്ട്, എങ്കിലും ഡിഗ്രി മെയിൻസാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും. രാവിലെ തന്നെ ടു ഡു ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തു. കുറച്ച് അധികം കാര്യങ്ങൾ ടു ഡു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിലും മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. ചില ദിവസം എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. അത് കഴിഞ്ഞ് ഒരു എക്സാം അറ്റൻഡ് ചെയ്തു. ഡിഗ്രി ലെവൽ ഒരു മോക്ക് എടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് കിട്ടാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, പിന്നെ അതുപോലെ തെറ്റിയ ക്വസ്റ്റ്യൻസും ഞാനൊരു സെപ്പറേറ്റ് ബുക്കിൽ എഴുതി വെക്കും. പിന്നീട് അത് റിവൈസ് ചെയ്യാൻ എനിക്ക് എളുപ്പമായിരിക്കും അതിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് യൂണിവേഴ്സിറ്റിയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ആപ്പിൽ. ഒരു 10:30 to 12:30 വരെ അതുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ റെക്കോർഡ് ചെയ്തില്ല. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണ് പഠിക്കാനിരുന്നത്. ആസ്ത അക്കാഡമിയുടെ കുറച്ച് കറണ്ട് അഫെയർസ് കണ്ടു. അതിൽ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫെയർസ് മാത്രമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ തന്നെ ടെലഗ്രാം ചാനലിൽ ഇതിൻ്റെ PDF നോട്ടും അവൈലബിൾ ആണ്. എനിക്ക് പെട്ടെന്ന് എക്സാമിന് റിവൈസ് ചെയ്യാനൊക്കെ ഇവരുടെ കറണ്ട് അഫെയർസിൻ്റെ ഈ നോട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. ഞാൻ ഈ വീഡിയോ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഷോർട്ടായിട്ട് നോട്ട് എഴുതി അങ്ങ് പോകും. അതാകുമ്പോൾ എനിക്ക് ഞാൻ എഴുതിയ നോട്ട് വായിക്കാനാണ് കൂടുതൽ താല്പര്യം. നമ്മൾ പ്രിൻ്റഡ് നോട്ട് വായിക്കുന്നതിനെക്കാട്ടിയിട്ടും എനിക്ക് ഷോർട്ട് നോട്ട് എഴുതി പോകുന്നതും അത് റിവൈസ് ചെയ്യുന്നതുമാണ് കൂടുതൽ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആപ്പിൽ വീണ്ടും ഒരു സുപ്രധാന നിയമത്തിൻ്റെ ലൈവ് ഉണ്ടായിരുന്നു. പിന്നെ അത് കണ്ടു, അതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നൈറ്റാണ് പഠിക്കാനിരുന്നത്, ഒരു 7 മണി തൊട്ട്. പിന്നെ അതിൽ ഫിസിക്സിൻ്റെ കുറച്ച് ക്ലാസ് കാണാനുണ്ടായിരുന്നു. ഗ്യാസ് ലാസിൻ്റെ കുറച്ച് പ്രോബ്ലംസൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ചെയ്തു. എനിക്ക് ഡിഗ്രി പ്രിലിംസ് ഫസ്റ്റ് ഫേസ് ആയിരുന്നു. അത്യാവശ്യം എക്സാം ടഫായിരുന്നു. ഭയങ്കര ഈസിയല്ല, ഭയങ്കര ടഫും അല്ല, ഒരു മോഡറേറ്റ് ലെവലായിരുന്നു. എൻ്റെ മാർക്ക് 60 ഫൈനൽ കീ അനുസരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. എന്താണെന്ന് റിസൾട്ട് വന്നാലേ അറിയുള്ളൂ. എത്രയാണ് കട്ട് ഓഫ് എന്നൊന്നും അറിയില്ല. എനിക്ക് 10th ലെവൽ എക്സാം കഴിഞ്ഞിട്ടില്ല. ഓഗസ്റ്റ് 1-നാണ്. മോർണിംഗ് ഷിഫ്റ്റാണ്. ഞാൻ നൈറ്റാണ് അധികം നേരം ഇരുന്ന് പഠിക്കാറ്. എനിക്ക് മോർണിംഗ് തീരെ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ രാത്രിയാണ് ഞാൻ കൂടുതൽ നേരം ഇരിക്കാറ്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് മലയാളവും ഇംഗ്ലീഷും അത് ഞാൻ ലാസ്റ്റാണ് പഠിക്കാറ്. പഠിച്ച് തീരുന്നത് ആ ടോപ്പിക്സിലായിരിക്കും. കാര്യം അതെനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആയതുകൊണ്ട് ഉറക്കം വരുന്ന ടൈമിൽ അതാണ് പഠിക്കാറ്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം ബൈ ഗായ്സ്.